മാഞ്ചസ്റ്റർ ഈസ് ബ്ലൂ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കറൻ്റ്ലി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 3-0 എന്നുള്ളൊരു സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി കൊട്ടിവിട്ടിട്ടുണ്ട്. ഓക്കെ, അതൊരു യാഥാർത്ഥ്യമാണ്. പരാജയപ്പെടുത്തി, എന്താ പറയുക, നാണം കെട്ട് പരാജയപ്പെടുത്തി വിട്ടിട്ടുണ്ട് സിറ്റി യുണൈറ്റഡിനെ. ഹാളണ്ടിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയുള്ള ഒരു ഗോൾ അടിക്കാനുള്ള ഒരു ആക്രാന്തം, അവരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു, എന്താ പറയുക, ടെൻഡൻസി ഹാളണ്ടിന് ഇപ്പോഴും സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ മാച്ചിൽ വീണ്ടും കാണാൻ പറ്റിയത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകുമ്പോൾ ഏർലിംഗ് ഹാളണ്ടിന് വല്ലാത്തൊരു എന്താ പറയുക, ആ ഒരു മാച്ച് എങ്ങനെയെങ്കിലും ഗോൾ അടിക്കണം, ജയിക്കണം എന്നുള്ള ആ ഒരു ത്വര ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്, സ്റ്റിൽ ഉണ്ട്. ഞാൻ ഈ ഒരു മാച്ച് മെയിനായിട്ട് കാണാനുള്ള കാരണം, ഒന്ന്, ഫസ്റ്റ് മാഞ്ചസ്റ്റർ ഡെർബിയാണ്. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാഞ്ചസ്റ്റർ ഡെർബി കാണുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ചരിത്രം കിടക്കുന്നത്. പക്ഷേ ലാസ്റ്റ് ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മാഞ്ചസ്റ്റർ ഡെർബിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഒരു ലോകപരാജയമായിരുന്നു, ഒരു തണുത്ത ഡെർബി ആയിരുന്നു അത്. ലാസ്റ്റ് കെവിൻ ഡി ബ്രൂയിനയുടെ ഒക്കെ ഒരു മാഞ്ചസ്റ്റർ ഡെർബി. അപ്പോൾ അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാച്ച് കിടിലൻ മാച്ചാണ്. സിറ്റി നമ്മളെ നിരാശപ്പെടുത്തിയില്ല, അവന്മാർ നമ്മളെ നല്ല പോലെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. സിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, ലാസ്റ്റ്, എന്താ പറയുക, 2 മാച്ച് പരാജയപ്പെട്ടിട്ടാണ് പ്രീമിയർ ലീഗിൽ അവർ തിരിച്ചു വരുന്നത്. ഓക്കെ, ഒന്ന് ബ്രൈറ്റണെതിരെയും പിന്നെ അതുപോലെ തന്നെ ടോട്ടനാമിനെതിരെയും 2-1 സ്കോറിന് ബ്രൈറ്റനെതിരെ പരാജയപ്പെട്ടു. എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ 2-0 എന്നുള്ള സ്കോറിന് ടോട്ടനാമിനെ പരാജയപ്പെട്ടു. തോമസ് ഫ്രാങ്കിൻ്റെ ടോട്ടനാമിനെതിരെ 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടു. ഈ ഒരു മാച്ചും എത്തിഹാഡ് സ്റ്റേഡിയത്തിലായിരുന്നു. പെപ് ഗാർഡിയോളയുടെ സിറ്റി എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു. സത്യം പറയില്ല, കഴിഞ്ഞ സീസൺ തൊട്ട് അത്ര നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമല്ല മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാച്ചിൽ എവിടെയോ ആ ഒരു മറ്റേ 4 കോൺസിക്യൂട്ടീവ് പ്രീമിയർ ലീഗ് അടിച്ച ആ ഒരു സിറ്റിയെ തിരിച്ച് കണ്ട പോലൊരു ഫീല്. ടു ബി ഫ്രാങ്ക് പറയാലോ, ആ ഒരു സിറ്റിയുടെ ആ ഒരു അഗ്രസീവ്നെസ്സും ആ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഒക്കെ നല്ല ചേഞ്ച് ഉണ്ട്. ഇനിയിപ്പോൾ അത് ഓപ്പോസിറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. യുണൈറ്റഡ് കഴിഞ്ഞ മാച്ചിൽ ലോക പരാജയമായിരുന്നു, സത്യസന്ധമായിട്ട് പറയാലോ. മറ്റേ റോയ് കീനൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടോക്ക് ഷോയിൽ, ഇവന്മാരെന്ത് ഫിസിക്കലിയിട്ട് കളിക്കാത്ത, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫിസിക്കലിയിട്ട് കളിക്കണം, ഫുട്ബോൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ഗെയിമാണ്, സോ അതുകൊണ്ട് നിങ്ങൾ ഫിസിക്കലി കളിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് അദ്ദേഹമൊക്കെ വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കാരണം അതായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അവസ്ഥ. ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അറ്റാക്ക് ഇല്ല, പ്രോപ്പർ നല്ല രീതിയിലുള്ളൊരു ഡിഫെൻഡിങ് ഇല്ല. മൊത്തത്തിൽ സിറ്റിക്ക് ഈസി ആയിട്ട് യുണൈറ്റഡിനെതിരെ വിജയിച്ച് പോകേണ്ട അവസ്ഥയായിരുന്നു. അവർ 2ാമത്തെയും 3ാമത്തെയും ഗോളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും യുണൈറ്റഡ് പരാജയപ്പെട്ടു. ഈ ഒരു മാച്ച്, എന്താ പറയുക, ഞാൻ ഈ ഒരു മാച്ച് സെപ്പറേറ്റ് എടുത്ത് കാണാൻ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൊണാറുമ കഴിഞ്ഞൊരു ട്രാൻസ്ഫർ വിൻഡോയിൽ നടന്ന ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് ട്രാൻസ്ഫറാണ് ഡൊണറുമ ടു മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്നത്. PSG എന്തിനാണ് ഡൊണറുമയെ വിട്ടുകൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അവർ തമ്മിലുള്ള എന്തോ ഈഗോ ഇഷ്യൂയോ എന്തെങ്കിലും ഇൻസൈഡിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. പക്ഷേ PSG എനിക്ക് തോന്നുന്നു അതിനെ അനുഭവിക്കാൻ പോകും. ഷെവലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോൾ കീപ്പർ അവർക്ക് വന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഡൊണറുമയെ പോയൊരു വേൾഡ് ക്ലാസ് ഗോൾ കീപ്പറെ എന്തിനവർ കൊടുത്തു അതിനി അവർക്ക് മനസ്സിലാവും. എനിക്കത് അതാണ് പേഴ്സണലി കാണുമ്പോൾ തോന്നുന്നത്. കാരണം അത്രയും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന ഡൊണറുമയെ കൊടുത്തിട്ട് ഒരു അബവ് ആവറേജ് ഗോൾ കീപ്പറായിട്ടുള്ള ഷെവലിയാറിനെ അവർ എടുക്കുന്നു. അതിൻ്റേതായുള്ള ഒരു ഇമ്പാക്റ്റ് അവർക്ക് മാച്ചിൻ്റെ ഇടയിൽ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡൊണറുമയുടെ ആ ഒരു അഭാവം, ആബ്സെൻസ് അവർക്ക് PSG നല്ലപോലെ ഫീൽ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിറ്റിക്ക് എന്തായാലും 1-1 അഡ്വാൻറ്റേജാണ് അവർക്ക് കിട്ടിയത്, ഡൊണറുമയെ കിട്ടിയത്. എഡേഴ്സൺ ഒരു മോശം ഗോൾ കീപ്പറാണ് എന്നല്ല ഞാൻ പറയുന്നത്. എഡേഴ്സൺ ടോപ്പ് ക്ലാസ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ സീസൺ തൊട്ടേ പറയുന്നുണ്ട് തനിക്ക് സിറ്റി വിടണം. സോ അതിനനുസരിച്ചുള്ളൊരു പെർഫോമൻസ് സിറ്റിയിൽ കാണുന്നുള്ളായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ. പക്ഷേ എഡേഴ്സൺ പോയി, ഫെനാബ്രൻസിക്ക് പോയി. സോ അങ്ങനെ ഡൊണറൂമയെ കിട്ടുന്നു. ഡൊണറൂമ നല്ലൊരു പെർഫോമൻസ് തന്നെ പുറത്തെടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 2 മാച്ചിൽ ബ്രൈറ്റനെതിരെയും ടോട്ടനാമിനെതിരെയും അവർക്ക് ഇല്ലാതിരുന്നൊരു കാര്യമായിരുന്നു നല്ലൊരു ഗോൾ കീപ്പർ. എഡേഴ്സൺ ഇറക്കില്ലായിരുന്നു, ആ സെക്കൻഡ് ഗോൾ കീപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡൊണറൂമ വന്നു. സത്യം പറയാലോ, 1-0 എന്നുള്ള സ്കോറിന് താഴ്ന്നു നിൽക്കുന്ന സമയത്ത് എംബുവാമയുടെ ഒരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഒരു കിഡിലൻ സൈഡ് ബോളി. അത് ഡൊണറൂമയെ സേവ് ചെയ്തു. അത് സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സിറ്റിയുടെ ചിലപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെ പോയേനെ. അത് കഴിഞ്ഞ് ഹാളണ്ട് ചിലപ്പോൾ 2 ഗോൾ സ്കോർ ചെയ്യില്ലായിരുന്നു. മേ ബി ആ ഒരു കോൺഫിഡൻസ് തന്നെ ചിലപ്പം പോയേനെ. അപ്പോഴൊക്കെയാണ് ഡൊണറൂമയുടെ ഇമ്പാക്റ്റ് പലപ്പോഴും ബിഗ് ഗെയിംസിൽ വരുന്നത്. ഓക്കെ, കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ചാമ്പ്യൻസ് ലീഗൊക്കെ കണ്ടതാണ്. നോക്കൗട്ട് മാച്ചസിൽ PSG എത്രത്തോളമാണ് ഡൊണറൂമ ഹെൽപ്പ് ചെയ്തത് എന്ന് നമുക്കറിയാം. ക്ലബ്ബ് വേൾഡ് കപ്പിലായിക്കോട്ടെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡൊണറൂമ. അതിനി സിറ്റിക്കായിരിക്കും ആ ഒരു അഡ്വാൻറ്റേജ്. പെപ് ഗാർഡിയോള അത് യൂസ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ കിട്ടലായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി. ടു ബി ഫ്രാങ്ക് പറയാലോ, ഡൊണറൂമയെ മറികടന്ന് ആ ഒരു എന്താ പറയുക, ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ബോൾ ഇടുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചെൽസിയൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാം, എന്നാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് അതും കൂടി, അത് ഡൊണറൂമയുടെ ഒരു ഡെബ്യൂയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാച്ച്
കണ്ടത്. ഓക്കെ, ടു ബി ഫ്രാങ്ക് പറയാലോ. പിന്നെ രസമാണ്, മാഞ്ചസ്റ്റർ ഡെർബിയാണ് അറിയാം. എന്നാലും ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പേര് എന്ന് പറയുന്നത് ഡോക്കു തന്നെയാണ്. ഓക്കെ, എന്താ പറയുക, ഫസ്റ്റ് ഡോക്കൂടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു കിടിലം ബോൾ, ആ ഒരു റൈറ്റ് ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് അദ്ദേഹം ഉള്ളിലോട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്നു, 2 ഡിഫൻഡേഴ്സിൻ്റെ അടിയിലൂടെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു. ആദ്യം ഒരു ക്രോസ് കൊടുക്കുന്നു, പിന്നെ അത് ബ്ലോക്ക് ആവുന്നു, പിന്നെ ഡോക്കു അത് നേരെ ഒരു ക്രോസ് ആയി കൊടുക്കുന്നു, അത് ഫിൽ ഫോഡൻ ഹെഡ് ചെയ്യുന്നു, ഉള്ളിലേക്ക് പോകുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർ ബീറ്റൺ ആവുന്നു. അങ്ങനെ ആദ്യം തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്ത് സിറ്റി മുന്നിലെത്തുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ഡോക്കുവിൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് നമ്മൾ പേഴ്സണലി പറയണം. അങ്ങനെയാണ് മാച്ച് സ്റ്റാർട്ട് ആവുന്നത്. 17ാമത്തെ മിനിറ്റ് തന്നെ ഫിൽ ഫോഡൻ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചെറിയ അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇമ്പാക്ട്ഫുൾ അല്ലേ, ടു ബി ഫ്രാങ്ക് പറയാലോ, ഒന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു അറ്റാക്കാണ്. അതായത് സിറ്റിയുടെ ഡിഫൻസിനെ ത്രട്ടൻ ചെയ്യുന്നില്ല. റൂബൻ ഡിയാസും അവരൊക്കെ ഗോഡിയോളൊക്കെ അവർക്ക് ഒരു കൂളായിട്ടാണ് കളിക്കുന്നത്, ഒരു വീടില്ലാതെയാണ് അവർ കളിക്കുന്നത്. സിറ്റി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ അങ്ങനെ കളിക്കുന്നത് ഞാൻ പേഴ്സണലി കാണുന്നത്. ടു ബി ഫ്രാങ്ക് പറയാലോ, വോൾസ് എഫ്സിക്കെതിരെ കണ്ടിരുന്നു, ഇല്ല നല്ല, പക്ഷേ ഈ ബിഗ് ഗെയിംസിലൊക്കെ ഓക്കെ. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്കുകളൊന്നും ഒരു ഇമ്പാക്റ്റ് ഇല്ലായിരുന്നു. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് അങ്ങനെ പോയി. സിറ്റിയുടെ വന്നൊന്നും എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയി. പിന്നെയാണ് ആ ഒരു ഡോക്കുവിൻ്റെ അസിസ്റ്റിൽ നിന്ന് തന്നെ അതന്നെ നല്ലൊരു നെഡ്മക് ബോൾ ഫിൽ ഫോഡന് കിട്ടുന്നു. ഫിൽ ഫോഡ് നേരെ ഡോക്കുവിന് കൊടുക്കുന്നു, ഡോക്കു നേരെ ഹാളണ്ടിന് കൊടുക്കുന്നു, ഹാളണ്ട് ഗോൾ കീപ്പറെ മറികടന്നൊരു ഷോട്ട് എടുക്കുന്നു. അങ്ങനെ 2-0 എന്നുള്ളൊരു സ്കോറിന് ഹാളണ്ട് മുന്നിലെത്തുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി മുന്നിലെത്തുന്നു. സിറ്റി മുന്നിലെത്തി 53ാമത്തെ മിനിറ്റ് ആയപ്പോൾ സിറ്റി മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ്, അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്താ പറയുക, ഞാൻ പറഞ്ഞോ ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് സിറ്റി ബോൾ പൊസഷൻ കയ്യിൽ വെച്ച് അങ്ങനെ കളിച്ച് അവർ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നല്ലൊരു പെപ് ഗാർഡിയോള ടീം എങ്ങനെയാണ് കളിക്കുന്നത്, അവർ തിക്കി തക്ക അത് തന്നെ നടന്ന് അവർ ഗോൾ സ്കോർ ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് സിറ്റി അങ്ങനെയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്ത് ചെയ്തു, അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ സമയത്ത് ഫുള്ള് കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു, മനസ്സിലായോ? ആ സമയത്ത് ഫുള്ള് കാണും, പക്ഷേ അതൊന്നും ഇമ്പാക്ട്ഫുൾ ആയില്ല. സെക്കൻഡ് ഹാഫിൽ നേരെ തിരിച്ചായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുള്ള് പാസ് ചെയ്ത് കളിക്കുക. സിറ്റി കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. പക്ഷേ ആ സിറ്റി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഏർലിംഗ് ഹാലൻഡിനെയും ഡോക്കുവിനെയും നല്ലപോലെ യൂസ് ചെയ്തു. അതാണ് ഒരു 2ാമത്തെ ഗോളും ഏർലിംഗ് ഹാലൻഡിൻ്റെ 3ാമത്തെ ഗോളും നമ്മൾ കണ്ടത്. 3ാമത്തെ ഗോളൊക്കെ പ്രോപ്പർ കൗണ്ടർ അറ്റാക്കാണ്. ഓക്കെ, അദ്ദേഹത്തിന് അവരുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ എല്ലാവരും ഡിഫൻഡേഴ്സ് അടക്കം അവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ബോൾ വരുന്നു, ഫിൽ ഫോഡൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരി, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഒരു ബോൾ ഏർലിംഗ് ഹാലൻഡ് കിട്ടുന്നു. ഏർലിംഗ് ഹാലൻഡ് ആ ഒരു ബോൾ ഷോട്ട് ചെയ്ത് ഗോളാക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ സത്യം പറയല്ലേ, 73ാമത്തെ മിനിറ്റ് ആയ സമയത്ത് ഞാൻ കാണൽ നിർത്തി. വേറെ ഒന്നുമല്ല, ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സിറ്റി ആയിരുന്നു കംപ്ലീറ്റ് ഒരു 1 ടീം ഡോമിനൻസ് ആയിരുന്നു കംപ്ലീറ്റ്. യുണൈറ്റഡിൻ്റെ വന്നൊന്നും നല്ലൊരു അറ്റാക്കേ ഇല്ലായിരുന്നു 2ാമത്തെ ഗോൾ വന്നതിന് ശേഷം. എനിക്ക് ഉറപ്പായി പിന്നെ സിറ്റി ഇനി ഗോൾ ഇടുക എന്നല്ലാതെ പ്രത്യേകിച്ച് യുണൈറ്റഡ് ഇനി ഗോൾ ഇടാനൊന്നും ചാൻസ് ഇല്ല. അതിൻ്റെ ഇടയിലാണ് എംബുവാമയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ. അത് നല്ലൊരു ഷോട്ടായിരുന്നു. അത് ഡൊണറും ഒരു കിടിലൻ സേവും, അടിപൊളി സേവ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു റിഫ്ലക്സിൽ പൊതുവേ നമ്മൾ PSG കാണുന്ന പോലത്തെ സേവ് തന്നെ, പക്ഷേ ആ ഒരു മാച്ചിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആ ഒരു സേവിന് ഉണ്ടാക്കാൻ പറ്റി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണ് മാച്ച് പോയത്. 73ാമത്തെ മിനിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിർത്തിപ്പോയി കളി. പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ ചെറിയ അറ്റാക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യുണൈറ്റഡിൻ്റെ ഒന്നും ഗോളായില്ല, സിറ്റിയുടേതും ഗോളായില്ല. 3-0 എന്നുള്ളൊരു സ്കോറിന് തന്നെ മാച്ച് അവസാനിച്ചു. സിറ്റി അങ്ങനെ ആ ഒരു മാച്ച് വിജയിച്ചു. അവർ 3 പോയിൻറ്റ്സ് എടുത്തു. യുണൈറ്റഡ് വീണ്ടും ക്രിംസ്പിനോട് പരാജയപ്പെട്ടു, ആഴ്സണലിനോട് പരാജയപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫുൾഹാമിനെതിരെയാണോ വിജയിച്ചത്, ഫുൾഹാമിനോട് സമനിലയാണോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞ് 3-2 എന്നുള്ളൊരു സ്കോറിന് ആ ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റിയിൽ ഒരു ടീമിനോട് വിജയിക്കുന്നു. ആകെ ഒരു വിജയം മാത്രമാണ് ഈ ഒരു സീസണിൽ. കർബാവോ കപ്പിലും പുറത്തായി. എന്താണാവോ ഉദ്ദേശിക്കുന്നത് പടച്ചോനറിയാം. പിന്നെ ഒനാന മറ്റേ തുർക്കി ലീഗ് പോയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഫോം ആയിട്ടുണ്ട് ഒനാന. ഈ ടീമിന് എന്തോന്നറിയാം, ആരെയും പ്രാഗിട്ടു, ഒരു ഐഡിയ ഇല്ല. എന്തായാലും യുണൈറ്റഡ് പരാജയപ്പെട്ടു. നമുക്ക് നോക്കാം. എന്തായാലും ഇനി അടുത്ത മാച്ചസ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത എല്ലാവർക്കും ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ്. സിറ്റിക്ക് എനിക്ക് തോന്നുന്നു നെപ്പോളിയാണ്. ഡിബ്രൂയിനെ ബാക്ക് ടു എത്തിഹാഡ് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. നെപ്പോളിക്ക് അവേ മാച്ച് തന്നെയാണോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ടു ബി ഫ്രാങ്ക് അറിയുന്നവർ കൺവേഴ്സ് രേഖപ്പെടുത്തിക്കോ. അടുത്ത മാച്ച് നെപ്പോളിക്കെതിരെയാണ്, അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.